5, 4, 3, 2, 1. Audio Jungle. Audio Jungle. ഇത് പച്ചപ്പിന്റെ ആടചാർത്തിയ വയനാടൻ മലമടക്കുകളിലെ പ്രകൃതി സുന്ദരമായ ഒരു കൊച്ചു ഗ്രാമം. അവിടെ കബനിഗിരി സെന്റ് മേരീസ് ഇടവക ദേവാലയത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി രൂപതയുടെ ഇടയൻ അഭിമന്യമാർ ജോസ് പെരുന്നേടം പിതാവ് രക്ഷാധികാരിയായും സഹായമെത്രാൻ മാർ അലക്സ് താരാമംഗലം പിതാവ് സഹരക്ഷാധികാരിയായും നിലകൊള്ളുന്ന മാനന്തവാടി രൂപത കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസി മാനേജർ റവറന്റ് ഫാദർ സിജോ ഇളമുന്നപ്പുഴ, കബനിഗിരി സെന്റ് മേരീസ് ഇടവക വികാരി റവറന്റ് ഫാദർ ജോണി കല്ലുപുര, ഹെഡ് മിസ്ട്രസ് ശ്രീമതി ജയ്മോൾ തോമസ് എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം മികച്ച അധ്യാപകരുടെ തണലിൽ കെട്ടുറപ്പുള്ള ഒരു PTA കരുതലിൽ പ്രവർത്തിക്കുന്ന ഈ നാടിന്റെ ദീപസ്തംഭം. അതെ, അനേക അക്ഷര വഴിയിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ സെന്റ് മേരീസ് AUP സ്കൂൾ കബനിഗിരി പതിറ്റാണ്ടുകൾ താണ്ടി സുദീർഘമായ 49 വർഷത്തെ ഓർമ്മകൾ നെഞ്ചിലൊതുക്കി ഒരു 19കാരന്റെ ആചരണത്തോടെ ഇന്നും ഈ വിദ്യാലയം തന്റെ കർമ്മനിരത സേവനം തുടരുമ്പോൾ 31 വർഷം തന്റെ ജീവനും ജീവിതവും കബനിഗിരിക്കായി ഒഴിഞ്ഞുവെച്ച് തന്റെ ഔദ്യോഗിക അധ്യാപന ജീവിതത്തിന് വിരാമമിടുന്ന ഞങ്ങളുടെ പ്രിയ ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് സാറിനെ നന്ദിയോടെ സ്മരിക്കുന്നു. A teacher is a star who teaches others how to shine. ഓരോ പ്രഭാതവും തന്റെ വിദ്യാലയത്തെയും സഹപ്രവർത്തകരെയും കുഞ്ഞുങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും നല്ല ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഇവിടെ അധ്യാപകർ ക്ലാസുകൾ ആരംഭിക്കുന്നു. ഞങ്ങളുടെ കോർപ്പറേറ്റ് മാനേജരെയും സ്കൂൾ മാനേജരെയും PTA അംഗങ്ങളെയും അധ്യാപകരെയും അനധ്യാപകരെയും കുഞ്ഞുങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. ജൂൺ 3 പ്രവേശനോത്സവം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പ്രൗഢോജ്ജലമായി ആഘോഷിച്ച് നവാഗതർക്ക് തിരിതെളിച്ചുകൊണ്ട് സ്കൂൾ പ്രവേശനോത്സവം നടത്തി. സ്കൂൾ ബെഞ്ചിരിപ്പിന് ശേഷം സമ്മാനവും മധുരവും നൽകി കുട്ടികളെ ക്ലാസുകളിൽ പ്രവേശിപ്പിച്ചു. ക്ലാസ് അസംബ്ലി കുട്ടികളുടെ സഭാകമ്പം നിശേഷം നീക്കുന്നതിനും എല്ലാവർക്കും അവസര സമത്വം ലഭിക്കുന്നതിനുമായി ആരംഭിച്ച പദ്ധതിയാണ് ഓരോ ആഴ്ചയിലെയും ക്ലാസ് അസംബ്ലി. ഇതിന്റെ ഭാഗമായി എല്ലാ തിങ്കളാഴ്ചകളിലും നടക്കുന്ന അസംബ്ലിക്ക് ക്രമമനുസരിച്ച് ഓരോ ക്ലാസ്സുകാരും നേതൃത്വം നൽകുന്നു. തികഞ്ഞ ചിട്ടയോടും അച്ചടക്കത്തോടും കൂടി നടത്തപ്പെടുന്ന അസംബ്ലികൾ സ്കൂളിൽ നിന്നും മുതൽക്കൂട്ടാണ്. പത്രവായന ഇന്നത്തെ തലമുറയ്ക്ക് അന്യമായി കൊണ്ടിരിക്കുന്ന പത്രവായന പുനഃസ്ഥാപിക്കുവാനും അതുവഴി വായനയും പൊതുവിജ്ഞാനവും കുട്ടികളിൽ വർദ്ധിപ്പിക്കാനുമായി ശ്രീ കുര്യൻ കാരുവള്ളിത്തറ സ്പോൺസർ ചെയ്ത ദിനപത്രം ഒഴിവു സമയങ്ങളിൽ അക്ഷര ക്ലാസുകളിലും കുട്ടികൾക്ക് ഏറെ സഹായമാകും. അക്ഷര ക്ലാസ് എല്ലാ കുട്ടികളും വായിക്കുക, എല്ലാ കുട്ടികളും എഴുതുക എന്ന ലക്ഷ്യവുമായി പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടികളുടെ ഉന്നമനത്തിനായി വായനാശാല എന്ന പേരിൽ അധിക സമയം കണ്ടെത്തി സിഡോം നൽകുന്ന സീസ്മയിൽ എന്ന കൈപ്പുസ്തകത്തിന്റെ സഹായത്തോടെ അക്ഷര ക്ലാസുകൾ നടത്തുന്നു. USS ഒട്ടനവധി കുട്ടികൾക്ക് USS സ്കോളർഷിപ്പ് കരസ്ഥമാക്കുക എന്ന ലക്ഷ്യത്തോടെ USSന് വേണ്ടി സ്കൂളിൽ പ്രത്യേക പരിശീലനം നടത്തപ്പെടുന്നു. സ്കൗട്ട് ആൻഡ് ഗൈഡ് മാറുന്ന കാലത്തെ നേരിന്റെ പോരാളികളാക്കുവാൻ അച്ചടക്കവും നേതൃത്വ പാഠവും നൽകി കുട്ടികളെ ഒരുക്കുവാൻ സ്കൗട്ട് ആൻഡ് ഗൈഡ് സഹായിക്കുന്നു. ശ്രീ ജോയ് തോമസ്, ശ്രീമതി വാഹിദ കെ എന്നിവരുടെ നേതൃത്വത്തിൽ ചിട്ടയായ ഒരു സ്കൗട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റ് സ്കൂളിൽ പ്രവർത്തിക്കുന്നു. കോളനി സന്ദർശനം അവസരങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ് എന്നും പിന്നോക്ക വിഭാഗത്തിന്റെ പ്രശ്നം. കോളനികളിൽ നിന്നുള്ള കുട്ടികളെ മുടങ്ങാതെ സ്കൂളിൽ എത്തിക്കുന്നതിനും അവർക്ക് നല്ല അന്തരീക്ഷം ഒരുക്കുന്നതിനും ജീവിത സാഹചര്യങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കുന്നതിനുമായി കൃത്യമായി അധ്യാപകർ കോളനി സന്ദർശനം നടത്തിവരുന്നു. കായികമേള ഈ അധ്യയന വർഷത്തെ സ്കൂൾ കായികമേള ദ അമേസിംഗ് സ്റ്റാർസ് 2K24 വളരെ ആവേശോജ്വലമായി നടത്തപ്പെട്ടു. കായിക മാമാങ്കത്തിന് ശ്രീ ബിജു ആന്റണി, സർക്കിൾ ഇൻസ്പെക്ടർ പുൽപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു.
ദേശീയ പഞ്ചഗുസ്തി താരം ശ്രീ നവീൻ എംപിയുടെ നേതൃത്വത്തിൽ കവനഗിരി ടൗണിൽ നിന്നും ദീപശിഖ പ്രയാണം നടത്തപ്പെട്ടു. കുട്ടികളുടെ വർണ്ണാഭമായ മാർച്ച് പാസ്റ്റ്, കുട്ടികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കായിക മത്സരങ്ങൾ എന്നിവ അന്നേ ദിനം ഏറെ മനോഹരമാക്കി. കലാമേള കുട്ടികളുടെ സർഗവാസനകളെ ആളിപ്പടർത്തുവാൻ സ്കൂൾ കലാമേള 2K24 മുൻ പ്രധാനാധ്യാപിക ശ്രീമതി ഷാലി NV ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികളുടെ വർണ്ണപ്പകർത്താർന്ന കലാമത്സരങ്ങൾക്ക് ആ ദിനം മനോഹരമാക്കി. നിരവധി കുട്ടികൾ ഉപജില്ലാതല കലാമേളയിൽ മാറ്റൊരുക്കുകയും സംസ്കൃത സമസ്യാപൂരണത്തിൽ കുമാരി അഭിലാഷ് ശിവദാസിന് 2ാം സ്ഥാനം നേടുകയും ചെയ്തു. ശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയ IT മേള. ശാസ്ത്ര, ഗണിതശാസ്ത്ര IT മേളകളിലും പ്രവൃത്തി പരിചയ മേളയിലും കവനഗിരിയുടെ ചുണക്കുട്ടികൾ മാറ്റൊരുക്കുകയും പ്രവൃത്തി പരിചയ മേളയിൽ ഉപജില്ലാതലത്തിൽ 2ാം സ്ഥാനവും, ഗണിതശാസ്ത്ര മേളയിൽ 5ാം സ്ഥാനവും, ശാസ്ത്രമേളയിൽ വർക്കിംഗ് മോഡലിൽ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികളെ സ്കൂൾ അസംബ്ലിയിൽ അഭിനന്ദിക്കുകയും സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ ജോണി കല്ലുപുരയിൽ നിന്ന് ട്രോഫി ഏറ്റുവാങ്ങുകയും ചെയ്തു. ക്ലബ്ബ് പ്രവർത്തനങ്ങൾ ഇംഗ്ലീഷ്, ഗണിത, സാമൂഹിക, ശാസ്ത്ര, എക്കോ ഗ്രൂപ്പുകൾക്ക് പുറമെ വിദ്യാരംഗം കലാസാഹിത്യ വേദി നല്ലപാടം ക്ലബ്ബും സ്കൂളിൽ മികവുറ്റ രീതിയിൽ പ്രവർത്തനം സജ്ജമാണ്. എക്കോ ക്ലബിന്റെ നേതൃത്വത്തിൽ പൂന്തോട്ട നിർമ്മാണവും നല്ലപാടം ക്ലബിന്റെ നേതൃത്വത്തിൽ 25-ൽ പരം പ്രവർത്തനങ്ങളും അഭിനന്ദനാർഹമാണ്. പച്ചക്കറി വിളവെടുപ്പ്, പെൻബോക്സ് പദ്ധതി, ലഹരി വിരുദ്ധ ദിനാചരണം, ബോധവൽക്കരണം, യോഗ പരിശീലനം, വൃക്ഷത്തൈ നടൽ, ഹരിതസേന, ക്ലീനിംഗ് സാമഗ്രികളുടെ നിർമ്മാണം, ഉപയോഗയോഗ്യമായ വസ്ത്രങ്ങളുടെ ശേഖരണം, വിതരണവും, ഡോക്ടേഴ്സ് ഡേ ദിനാചരണം, മെഡിക്കൽ കിറ്റ് വിതരണം, ഗ്രീൻ ക്യാമ്പസ് പദ്ധതി ഇവയെല്ലാം അതിൽ ചിലതു മാത്രം. തുടർച്ചയായി 3ാം വർഷവും A+ കരസ്ഥമാക്കിക്കൊണ്ട് നമ്മുടെ നല്ലപാഠം പ്രവർത്തനങ്ങൾ ഇനിയും മുന്നോട്ട്. ബാസ്കറ്റ്ബോൾ പരിശീലനം. പ്രാദേശിക പരിശീലകരായ ശ്രീ ലിജു ജോസ്, ശ്രീ ഷിജോ ഫ്രാൻസിസ്, ശ്രീ അനിൽ KV എന്നിവരുടെ നേതൃത്വത്തിൽ ബാസ്കറ്റ്ബോൾ പരിശീലനം നൽകുകയും തൽഫലമായി നമ്മുടെ 6 ചുണക്കുട്ടികൾ അജയ് തോമസ്, ആക്ടലോ തോമസ്, അനൂജ് ഷിജോ, ഫെബിൻ ഫ്രൻസി, ടിന എലിസബത്ത്, അഭിലാഷ് ശിവദാസ് എന്നീ കുട്ടികൾ സംസ്ഥാനതല മത്സരത്തിന് യോഗ്യത നേടുകയും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. സ്കൂൾ ഇലക്ഷൻ തികച്ചും ജനാധിപത്യ രീതിയിൽ വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് ഈ വർഷത്തെ സ്കൂൾ ഇലക്ഷൻ നടത്തപ്പെട്ടു. മുള്ളമുല്ലി ഗ്രാമപഞ്ചായത്ത് ആദ്യമായാണ് ഒരു UP സ്കൂളിൽ വോട്ടിംഗ് യന്ത്രത്തിന്റെ സഹായത്തോടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ കുമാരി ഇവാന ലിജു സ്കൂൾ ലീഡറായും കുമാരി ആൽബിയ ഷാജൻ ഫൈൻ ആർട്സ് സെക്രട്ടറിയായും മാസ്റ്റർ അജയ് തോമസ് ജനറൽ ക്യാപ്റ്റനായും തെരഞ്ഞെടുക്കപ്പെട്ടു. ഹരിത വിദ്യാലയം. ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ച് ശുചിത്വ മാലിന്യ സംസ്കരണം, ജലസുരക്ഷ, ഊർജ സംരക്ഷണം എന്നീ മേഖലകളിലെ മാതൃകാപരമായ പ്രവർത്തനത്തിന് സംസ്ഥാന ഹരിത കേരള മിഷൻ A+ നൽകി നമ്മുടെ വിദ്യാലയത്തെ ആദരിച്ചു. PTA കൂട്ടായ്മ PTA പ്രസിഡന്റ് ശ്രീ അനിൽ KV, MBTA പ്രസിഡന്റ് ശ്രീമതി സ്റ്റെഫി ലിജു എന്നിവരുടെ നേതൃത്വത്തിൽ സ്കൂളിന്റെ ഓരോ സ്പന്ദനത്തിനും കാവലായി, കരുതലായി, കെട്ടുറപ്പുള്ള ഒരു PTA സ്വന്തമായുണ്ട് എന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ദീപിക കളറിംഗ് കോമ്പറ്റീഷൻ. ദീപിക കളറിംഗ് കോമ്പറ്റീഷനിൽ നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും ഒട്ടനേകം വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയും സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുകയും കുമാരി ഫ്ലോറിയ മേരി സിജു സമ്മാനാർഹയാവുകയും ചെയ്തു. സുഗമ ഹിന്ദി പരീക്ഷയിൽ നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് നിരവധി കുട്ടികൾ പരീക്ഷ എഴുതുകയും വിജയിക്കുകയും ചെയ്തു. വിദ്യാരംഗം. സുൽത്താൻ ബത്തേരി ഉപജില്ല വിദ്യാരംഗം കലാസാഹിത്യവേദി സർഗോത്സവത്തിൽ നമ്മുടെ നിരവധി കുട്ടികൾ മാറ്റിയെടുക്കുകയും കുമാരി രുദ്ര PR ജില്ലാതലത്തിലേക്ക് യോഗ്യത നേടുകയും ചെയ്തു.
സ്കൂൾ ഇന്നൊവേഷൻ മാരത്തോൺ പ്രോഗ്രാമിൽ നമ്മുടെ ടീം പങ്കെടുക്കുകയും സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുകയും ചെയ്തു. ഒരൊറ്റ രാത്രി കൊണ്ട് ഉരുളെടുത്ത ചൂരൽമലയിലെ ജീവിതങ്ങൾ, അവിടെ നിന്നും പ്രതീക്ഷയുടെ പൊന്നാമ്പുകൾ തേടി കടന്നു വന്ന ഞങ്ങളുടെ പ്രിയ കാപ്പി ഇന്ന് സെന്റ് മേരീസ് കുടുംബത്തിലെ ഒരംഗമായി ശോഭിക്കുന്നു. ദിനാചരണങ്ങൾ: പരിസ്ഥിതി ദിനം, വായനാ ദിനം, അധ്യാപക ദിനം, അനധ്യാപക ദിനം, ഓണം, ശിശുദിനം, യോഗാ ദിനം, ചാന്ദ്രദിനം, ഹിരോഷിമ നാഗാസാക്കി ദിനം, സ്വാതന്ത്ര്യ ദിനം, ഭരണഘടനാ ദിനം, ക്രിസ്മസ്, ന്യൂ ഇയർ, റിപ്പബ്ലിക് ഡേ എന്നീ ദിനങ്ങൾ ആഘോഷിക്കുകയും ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് അസംബ്ലി, ലഹരിവിരുദ്ധ പ്രതിജ്ഞ, പേരാവൂർ എക്സൈസ് വകുപ്പിൽ നിന്ന് സമാഹരിച്ച ലഹരിവിരുദ്ധ സന്ദേശമടങ്ങിയ കൈപ്പുസ്തകങ്ങൾ, ബുക്ക്ലെറ്റ്സ്, സ്റ്റിക്കേഴ്സ് എന്നിവയുടെ വിതരണം, പോസ്റ്റർ നിർമ്മാണം, പ്ലക്കാർഡ് നിർമ്മാണം, പ്രസംഗ മത്സരം, ഉപന്യാസ രചന, പദ്യം ചൊല്ലൽ, സംഘഗാന മത്സരം, നടവയൽ മുക്തി ഡി അഡിക്ഷൻ സെന്ററിൽ നമ്മുടെ കുട്ടികൾ നടത്തിയ ബോധവൽക്കരണവും ഫ്ലാഷ് മോബും, ലഹരിമുക്ത കുടുംബങ്ങൾ, മാതാപിതാക്കൾക്കായുള്ള പെൻസിൽ ഡ്രോയിങ്, വാട്ടർ കളർ കോമ്പറ്റീഷൻ എന്നിവ നടത്തുകയും കോർപ്പറേറ്റ് വിദ്യാലയങ്ങളിൽ UP വിഭാഗത്തിൽ കൊളാഷ് നിർമ്മാണ മത്സരത്തിൽ 2ാം സ്ഥാനവും A ഗ്രേഡും നമ്മുടെ വിദ്യാർത്ഥികൾ നേടുകയും തൽഫലമായി കോർപ്പറേറ്റ് വിദ്യാലയങ്ങളിൽ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നമ്മുടെ വിദ്യാലയം 4ാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു. ഓർമ്മച്ചിപ്പ് സെന്റ് മേരീസ് സ്കൂളിലെ കൊച്ചു കൊച്ചു ഇണക്കങ്ങളും പിണക്കങ്ങളും ഓർമ്മച്ചിപ്പിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് 7ാം ക്ലാസ്സിൽ നിന്നും പടിയിറങ്ങുന്ന ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങൾക്ക് യാത്രാമംഗളങ്ങൾ, വിജയാശംസ. ഇത് ഈ വർഷത്തെ കുട്ടിക്കൂട്ടങ്ങൾ. സർവശക്തനായ ദൈവത്തെ, കരുതലിന്റെ തിരുനാളമായ മാനേജ്മെന്റിലെ, സ്നേഹം തുളുമ്പുന്ന പ്രിയ സഹപ്രവർത്തകരെ, ഒരുമയായി കൂടെയുള്ള PTA അംഗങ്ങളെ, നല്ലവരായ കബനി നിവാസികളെ, ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളെ, എല്ലാ സ്നേഹത്തെയും നന്ദിയുടെ മുത്തിൽ കൊരുത്തുകൊണ്ട് ആരവമായി ആവേശമായി ഈ കബനിയിലെ ആരാധനയുടെ പൂക്കൾ ഇനിയും വിടരുത്. നന്ദി.